പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. മാതാവിന്റെ ജപമാലയിലൂടെ അനുഗ്രഹങ്ങൾ കിട്ടിയ നിരവധി കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു. ആ പ്രാർത്ഥന അനുഭവത്തിന്റെ കഥയാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്താ ത്രേസി മോളെ, ഈയിടെ കുട്ടി സൺഡേ ക്ലാസ്സിലും സ്കൂളിലൊന്നും വരാറേ ഇല്ലല്ലോ. എന്ത് പറ്റി മോളെ? എന്താ ത്രേസി മോളെ, എന്നും കന്യകാമറിയത്തിന്റെ നൊവേന ചൊല്ലുന്ന കുട്ടിയെ കരയുന്നത്? മാതാവിന്റെ പ്രിയപ്പെട്ട കുട്ടിയാണ് നീ. എന്ത് പറ്റി മോളെ? ഞങ്ങളോട് പറ മോളെ. ഞാൻ ഒരിക്കലും ആരെയും വേദനിപ്പിക്കാറില്ല. എന്റെ പ്രാർത്ഥന ശ്രവിക്കുന്നവരുടെയും എന്നെ അറിയുന്നവരുടെയും കഷ്ടത അനുഭവിക്കുന്നവരുടെയും ദുഃഖിതരുടെയും മോചനമേകാൻ എന്റെ സ്നേഹസ്പർശം എന്നും അവരോടൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങൾ മാതാവിനോടുള്ള വിശ്വാസം ലോകത്തെ അറിയിക്കുക. ഇനി വരുന്ന തലമുറകളിൽ അമ്മയുടെ സ്നേഹത്തിന്റെ വാക്കുകൾ പകരാൻ, അമ്മയെ അടുത്തറിയുവാനും സഹനത്തിൽ നിന്ന് രക്ഷിച്ച അമ്മയുടെ സ്പർശനം. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്. നാഥന്റെ തിരുവചനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സ് അറിയാതെ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്നു. അധ്വാനിക്കുന്നവരുടെ ഇടയിൽ വചനപ്രഘോഷണം നടത്തുന്ന ഒരു സാധാരണക്കാരൻ, ജോൺ പോൾ. അസാധാരണമായ ഭാഷാവരമാണ് ദൈവം ജോൺ പോളിന് കനിഞ്ഞു നൽകിയിരിക്കുന്നത്. ആ വചനദീപ്തിയുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു ജോൺ പോൾ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള തിരുവചന പ്രകാരം പറയുന്നുണ്ട്. അവൻ വീണ്ടും ബഥാനിയിൽ നിന്ന് വരികയായിരുന്നു. അപ്പോൾ അവന് വിശന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം കണ്ട് എന്തെങ്കിലും അതിലുണ്ടാകാമെന്ന് വിചാരിച്ച് അവൻ അതിലരികിലേക്ക് ചെന്നു. പക്ഷേ ഇലകളല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. പെനുവേൽ, ഫേസ് ഓഫ് ഗോഡ്.